സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ രാത്രി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ബാസിം നഈം ദോഹയിൽ ഫ്രഞ്ച് ന്യൂസ് ഏജൻസിയായ AFPയോട് ഹമാസ് സമാധാനത്തിന് തയ്യാറാണെന്നും ട്രംപ് അതിന് മുൻകൈയെടുക്കണമെന്നും പറഞ്ഞതായുള്ള വാർത്തയാണ്. എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഹമാസിൻ്റെ നേതാക്കളിൽ ആരും തന്നെ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഹമാസിന് വേണ്ടി സംസാരിക്കാൻ അവശേഷിക്കുന്ന അപൂർവം വായകളിൽ മൗത്തുകളിൽ ഒരെണ്ണം മാത്രമാണ് ഈ ബാസിം നഈം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിച്ച് തുടങ്ങിയെന്ന്. അന്ന് ഈ താഴെ വന്ന് പോസ്റ്റ് ഇടുന്ന പല യോഗ്യന്മാർക്കും അത് ബോധ്യമായില്ല. ഇറാൻ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കുകയോ? ഇറാൻ അങ്ങനെ സംസാരിക്കില്ല. ഇറാൻ ഇസ്രായേലിനെ തരിച്ച് പൊടിച്ചു തീർത്തിട്ടേ ഇനി അവസാനിക്കുകയുള്ളൂ. നമ്മൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാര്യമായി റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അന്ന് ആ വാർത്ത കൊടുത്തത് BBC ആണ്. നമ്മൾ നോക്കുന്നത് റോയിറ്റേഴ്സ്, അസോസിയേറ്റഡ് പ്രസ്, AFP, BBC, ABC, CNN, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ടൈംസ് ഓഫ് ഇസ്രായേൽ, ജെറുസലേം പോസ്റ്റ് മുതലായിട്ടുള്ള പത്രങ്ങളാണ്. അൽ ജസീറ നോക്കിയിട്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അൽമനാർ TV, ഹെസ്ബുള്ളയുടെ TV ആണ് അൽമനാർ എന്ന് പറയുന്ന TV, അത് നോക്കിയിട്ട് വാർത്ത കൊടുക്കാൻ പറ്റില്ല. അൽമാസുറ TV ഹൂത്തികളുടെ TV ആണ്. ഇത്തരം TVയിലൊക്കെ നോക്കിയിട്ട് അത് പറയുന്ന വാർത്തയാണ് ശരിയെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ന്യൂട്രൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ ശ്രദ്ധിക്കണം. ഇറാൻ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഹമാസ് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. ഇന്നലെ ലെബനോൺ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. എല്ലാവർക്കും ഇപ്പോൾ സമാധാനം വേണം. സമാധാനം അങ്ങനെ ഒരു ദിവസം കൊണ്ട് കൊട്ടയ്ക്കകത്ത് പുറത്തു വരുന്ന സാധനമല്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഇസ്രായേൽ ആദ്യം ചോദിക്കുക ഞങ്ങളുടെ 250 ബന്ദികൾ എവിടെ എന്നാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് സ്വീകാര്യമായ രീതിയിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ വരികയാണെങ്കിൽ അതിന് ട്രംപ് മുൻകൈ എടുക്കണം, എന്നിട്ട് ഇത് സമാധാനത്തിലേക്ക് എത്തിക്കണമെന്നാണ്. ഇനി അവിടെ സമാധാനത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടൊന്നും ബാക്കിയില്ല. പാലസ്തീൻ അവർ ഓൾമോസ്റ്റ് ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഇന്ന് സമാധാനത്തിന് വിഷയം ഉദിക്കുന്നു. അത് പിന്നെ സമാധാനം ഒക്കെ സംസാരിക്കാൻ ഒരു തുല്യ ശക്തികൾ തമ്മിലാണ് സമാധാനത്തെക്കുറിച്ചൊക്കെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഹമാസിന് വോയിസ് ഒന്നുമില്ല, തീർന്നുപോയി. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തെക്കുറിച്ച് ഇനി സംസാരിക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ഇസ്രായേൽ ഇമ്പോസ് ചെയ്യുന്ന സമാധാനം അത് ഏത് തരത്തിൽപ്പെട്ടതാണോ അത് സ്വീകരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പം ഈ ഹമാസിന് മുമ്പിലുള്ളൂ. ഇവർ ഈ ഹമാസിൻ്റെ പോരാളികളെന്ന് വിളിക്കുന്ന തീവ്രവാദികൾ ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് കിടന്ന് കാണിച്ച തീവ്രവാദ പ്രവർത്തനങ്ങൾ, വിവരണാതീതമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വരെയുള്ള കൗണ്ട് അനുസരിച്ച് 43,764 പേരാണ് പാലസ്തീനിൽ ജീവൻ ബലി കൊടുത്തത്. ഇതിൽ ഒരു 30,000-ഓളം പേര് ഇതുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ്. അതിൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ബാക്കി ഒരു 10,000, 13,000 അല്ലെങ്കിൽ 14,000 പേര് ഹമാസിൻ്റെ പോരാളികളെന്ന് വിളിക്കുന്ന ഈ തീവ്രവാദികളുടെ കൂട്ടരുമുണ്ട്. അപ്പോൾ ഇത്രയും മരണങ്ങളെ വില കൊടുത്ത് ഇരന്ന് വാങ്ങി കിടപ്പാടം നഷ്ടപ്പെടുത്തി ഇപ്പം അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ സമാധാനം, കടന്നൽ കൂട്ടിൽ പോയിട്ട് കല്ലെറിഞ്ഞ് കടന്നലിൻ്റെ കടി വാങ്ങി ഓടിക്കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞാൽ അവർ നെഗോഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ഇസ്രായേൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ സമാധാനം പോയി നിൽക്കൂ. കാരണം എപ്പോഴും ശക്തന് മാത്രമേ ശബ്ദമുള്ളൂ. ഈ പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഹമാസിനെ പിന്താങ്ങുമ്പോഴും അവരുടെ പുറകിൽ ആരും ഉറച്ചു നിൽക്കാനില്ല. ഖത്തർ പോലും ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഖത്തർ ചവിട്ടി പുറത്താക്കിയ സമയത്ത് ഇനി ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല, ഭൂമിയിൽ ഇരിക്കാനുള്ള സ്ഥലമില്ല. ഒരു കസേര ഇരുന്നിട്ട് വേണ്ടേ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് ഹമാസിന് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാമെന്നുള്ള നിലവിളി ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം ഈ മതപരമായ തീവ്രവാദങ്ങൾ ആളുകളെ എവിടെ എത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കും. ഇന്ന് ISRO ചീഫിൻ്റെ ഒരു രസകരമായ ഒരു ചെറിയ ബൈറ്റ് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് അമേരിക്ക 1970-കളിൽ ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്ത് നമ്മളിവിടെ റോക്കറ്റുകൾ വിട്ട് അത് കടലിൽ വീഴുന്നു നോക്കി നിൽക്കുകയാണ്. നമ്മുടെ റോക്കറ്റുകൾ ആകാശത്തേക്ക് പോകുന്നു, താഴേക്ക് വീഴുന്നു, ആകാശത്തേക്ക് പോകുന്നു, താഴേക്ക് വീഴുന്നു എന്നൊക്കെ മനോരമയൊക്കെ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇന്ത്യ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പോകുന്നു, എല്ലാവരും കുടയും പിടിച്ചങ്ങനെ തലയിൽ വീഴുന്നു. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളുടെ തന്നെയുള്ള ഒരു പൊതുരീതിയാണ്. ആ രാജ്യത്ത് ഇന്ന് ഇന്ത്യ 431 ഇന്ത്യയുടെയും പല വിദേശ രാജ്യങ്ങളുടെയും സാറ്റലൈറ്റുകൾ ഓർബിറ്റിൽ എത്തിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെത്തി. നമ്മൾ ചന്ദ്രനിലെത്തി, ചൊവ്വയിലെത്തി.
ഇന്ന് ഇൻ്റർനാഷണൽ സ്പേസ് ഏജൻസികൾ ഏറ്റവും ടോപ്പ് നാസയാണ്. ആ നാസയുടെ ഏറ്റവും ക്ലോസസ്റ്റ് അലൈ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്, ISRO. 1948 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ വളർന്ന് അവിടെ എത്തി, നാസയുടെ ഒപ്പം തോളോട് തോൾ നിൽക്കാൻ പറ്റിയ സ്ഥലത്ത്. അഫ്ഗാനിസ്ഥാൻ 1919 സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണ്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയതാണ് പാകിസ്ഥാൻ. 1947 സ്വാതന്ത്ര്യം നേടിയതാണ്. നമ്മളും 1947 സ്വാതന്ത്ര്യം നേടി. ബാംഗ്ലാദേശ് ഇതേ കാലത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. 1948 പാലസ്തീനും ഇസ്രായേലും രൂപീകരിക്കപ്പെടുന്നത്. ഈ രാജ്യങ്ങളിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തും, ബാക്കിയുള്ള ഈ മതം കടിച്ചു പിടിച്ച് തിന്നാൻ ശ്രമിച്ച രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായി? ഇന്ത്യ എവിടെ എത്തി? ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പാഞ്ഞ് പുരോഗമിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു വളരെ 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പം ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു. വയറെങ്ങനെ നിറയ്ക്കാമെന്നുള്ളതായിരുന്നു നമ്മളുടെ വിഷയം. മനുഷ്യരുടെ വയറെങ്ങനെ നിറയ്ക്കാം, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രശ്നം. അവിടെ നിന്ന് വളർന്നാണ് നമ്മളിവിടെ എത്തിയത്. എല്ലാത്തരം പ്രശ്നങ്ങളോടും പോരിട്ട് തന്നെയാണ്. ഇവിടെ വർഗീയ കലാപങ്ങളുണ്ടായിട്ടുണ്ട്, പ്രാദേശിക കലാപങ്ങൾ, ഭാഷയുടെ പേരിൽ ഇത്രയും അധികം ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, വിവിധ ഭാഷ സംസാരിക്കുന്നത്. എന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒപ്പം, ലോകത്തിലെ ഏറ്റവും മുൻനിരയുള്ള രാജ്യങ്ങളുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് ഉയർന്നു നിൽക്കുക ഉള്ള നിലയിലേക്ക് ഈ രാജ്യം എത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഒക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ ആരുടെയെങ്കിലും സ്വന്തമായിട്ടുള്ള കാര്യമായിട്ടല്ല പറയുന്നത്. നമ്മൾ സമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ട് നമുക്കിത് വളരാൻ പറ്റും. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ മതത്തിന് പ്രാധാന്യം കൊടുക്കുകയും അടിപിടി ഉണ്ടാക്കുകയും ചെയ്ത് നശിച്ചു പോയതാണ്. ഇതേ അവസ്ഥയാണ് പാലസ്തീനും. പാലസ്തീനും ഇസ്രായേലുമായിട്ട് 1948 ആ രാജ്യങ്ങൾ രണ്ടായി വിഭജിക്കുമ്പോൾ അവിടെ അത് സമാധാനത്തോടെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അറബികൾ അവിടെ മതം നിന്നുകൊണ്ട് ചാടിക്കയറി യൂതനെ നശിപ്പിച്ച് കളയാതെ ഈ ഭൂമിയിൽ തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ല. യൂതൻ ഒന്നും ചെയ്യുന്നത് കൊണ്ടല്ല, യൂതൻ ജീവിക്കുന്നു എന്നുള്ളവരുടെ മനപ്രയാസം കൊണ്ടാണ്. ആ മനപ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി യൂതനെ കൊല്ലാൻ പോയിടത്ത് നിന്നതാണ് പലസ്തീനുകൾ. 1948 ഈ സാധനം രൂപീകരിക്കപ്പെടുമ്പം ഏത് നിലയിലായിരുന്നു, അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് നടന്നു പോകുവാൻ പലസ്തീനുകൾക്ക് ആയിട്ടില്ല. ഇന്ന് വെസ്റ്റ് ബാങ്കിലാണെങ്കിലും സമാധാനം ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സ്ട്രഗിളാണ്. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കില്ല. ഒന്നും നടന്നിട്ടില്ല. മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യമായിട്ട് മാറി. പുരോഗതിയിൽ, മിലിറ്ററിയിൽ, എല്ലാ കാര്യത്തിലും അവർ ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിലേക്ക്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, ഒന്ന് മതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി നടക്കും, ദൈവത്തെ രക്ഷിക്കലാണ് ജോലി. ബാക്കി എല്ലാവരും മനുഷ്യരെ രക്ഷിക്കാൻ നടക്കുന്നവരാണ്. ഇന്ത്യ ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ മനുഷ്യരെ രക്ഷിക്കാനാണ്, മനുഷ്യജീവൻ രക്ഷിക്കാനാണ്, മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മറ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ദൈവത്തെ സേവിക്കാൻ നടക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വെൽഫെയർ അന്വേഷിക്കണം, ദൈവത്തിന് സുഖമാണമെന്ന് അന്വേഷിക്കുന്നവരാണ്. ദൈവത്തിന് കുടിക്കാൻ വേണ്ടി മനുഷ്യരുടെ ചോര മുറിച്ചു കൊടുക്കുന്നവരാണ്. ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി വാളുമെടുത്ത് ലോകം മുഴുവൻ ഓടി നടക്കുന്നവരാണ്. അവർക്ക് സ്വയം രക്ഷിക്കാൻ സമയമില്ല, സ്വയം നോക്കാൻ സമയമില്ല. നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ. മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രാഥമികമായ ഇൻസ്ട്രക്ഷൻ ഇതാണ്: നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ജീവിക്കണം, അധ്വാനിച്ച് ജീവിക്കണം. മറ്റുള്ളവനെ തല്ലിക്കൊല്ലാനല്ല ആരോഗ്യം ഉപയോഗിക്കേണ്ടത്, സ്വയം അധ്വാനിച്ച് പുരോഗതിയിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത്, ഇതിൽ ശരിക്കും ട്രംപിൻ്റെ വിജയത്തിന് വലിയൊരു ഘടകമാണ്. കാരണം അമേരിക്കയിലെ ഭരണകൂടം, ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഭരണകൂടം, ജോ ബൈഡൻ ഭരണകൂടം ഒരു തരം ഒരു പിന്നണിയിൽ നിന്ന് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കത്തക്ക രീതിയിലുള്ളൊരു മനോഭാവം അവർ സൂക്ഷിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ജോ ബൈഡൻ്റെ ഇലക്ഷനൊക്കെ വരുന്നത് ഈ അമേരിക്കൻ ഇലക്ഷന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ 3 മാസത്തോളം ടെലിഫോണിൽ പോലും സംസാരിച്ചിരുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. നേരെ മറിച്ച് ട്രംപ് പ്രസിഡന്റ് ഇലക്ട് ആയതിനു ശേഷം ഡേ ബൈ ഡേ, എവറി ഡേ, ദൈനംദിന അടിസ്ഥാനത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ ടെലിഫോൺ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ട്രംപ് അപ് ടു ഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി പ്രോ ഇസ്രായേലി മിനിസ്ട്രിയാണ്. അപ്പം അത് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. ആ മെസ്സേജിൽ നിന്നാണ് ഇപ്പം ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഇറാനും, എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയ ഹമാസും, ലെബനോണിലെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഹിസ്ബുള്ളയും ഒക്കെ ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ലെബനോണിൽ നിന്നും സമാധാനത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് കേൾക്കുന്നു. ലെബനോണിലുള്ള ഇറാൻ്റെ ഒരു എമിസറി അവിടെയുണ്ട്. അദ്ദേഹം അലി ലാരിഞ്ചാനി എന്ന് പറയുന്ന ആളാണ്, ഇറാൻ എമിസറിയാണ്. അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ സിറിയയുടെ 2 മിനിസ്റ്റേഴ്സ് US അംബാസഡറെ കണ്ട് ഒരു സീസ് ഫയറിനുള്ള ഒരു നെഗോസിയേഷന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. US അംബാസഡറിനെ കാണുന്നു, ഇവിടെ സീസ് ഫയർ നടപ്പാക്കുന്നു പറഞ്ഞ് ലെബനീസ് മിനിസ്റ്ററുടെ 2 മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുന്നു. ഇത് ഈ UN ഒഫീഷ്യലിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടാണ്. അത് അവരും സമാധാനത്തെക്കുറിച്ച്, ഇത്തരം സമാധാന പ്രവർത്തനങ്ങളെ
താൻ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമെന്ന് അലി ലാരിഞ്ചാനി എന്ന് പറയുന്ന ഈ ഇറാനിയൻ ടോപ്പ് ഒഫീഷ്യൽ പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിലൂടെ ഡമാസ്കസിൽ ഇസ്രായേൽ കാര്യമായ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്നത് ഒരു സുന്നി തീവ്രവാദി ഓർഗനൈസേഷനാണ്. ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന അത് ഇറാഖിലും സിറിയയിലുമാണ് അത് കാര്യമായിട്ട് അതിന് ഓപ്പറേഷണൽ നെറ്റ്വർക്ക് ഉള്ളത്. ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി അറിയപ്പെടുന്ന ഡമാസ്കസിലെ ഏതാനും കെട്ടിടങ്ങൾ ഇസ്രായേൽ ഒരു വാണിങ്ങിന് ശേഷം പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അതിനകത്തുനിന്ന് ഇവരുടെ പോരാളികളായിട്ടുള്ള 15ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അലി ലാരിഞ്ചാനി അതിന് തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ സിറിയൻ മിനിസ്റ്റേഴ്സുമായിട്ടൊരു മീറ്റിങ്ങിലായിരുന്നു. അദ്ദേഹം അവിടെ ഒരു രഹസ്യ അജണ്ടയുമായി വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് രഹസ്യ അജണ്ട എന്നറിയാൻ പാടില്ല. എന്തായാലും അദ്ദേഹം അവിടെ ഒരു മീറ്റിങ്ങിലായിരുന്നു. അദ്ദേഹം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് ഹിറ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ അത് ഭാഗ്യം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളോട് മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അയാൾ മീറ്റിംഗ് നടത്താൻ ആലോചിക്കുന്നതിന് മുൻപേ മൊസാദിനെ കാര്യം അറിയാം. അങ്ങനെ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വെച്ച് തീർത്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് അയാളല്ല അവരുടെ ടാർഗറ്റ് മറ്റ് ഈ ഇസ്ലാമിക് ജിഹാദിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് അവർ അത് തകർത്തു എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ആക്സം ന്യൂസ് ഏജൻസി എന്ന് പറയുന്നൊരു ഓൺലൈൻ ന്യൂസ് ഏജൻസി ഉണ്ട്. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, അന്ന് ഇറാൻ, ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് അവരുടെ ന്യൂക്ലിയർ ബോംബുമായി ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം ടെലഹാൻ 2 എന്നാണ് ആ പ്രോജക്റ്റിൻ്റെ പേര്. അത് ടെഹ്റാനിൽ നിന്നും ഏകദേശം 100-150 കിലോമീറ്റർ അകലെ പാർച്ചിൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു സീക്രട്ട് ഇൻസ്റ്റലേഷനാണ്. ഇങ്ങനൊരു സ്ഥാപനം അവിടെ ഉള്ളതായിട്ട് ടെഹ്റാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെ ആക്രമിക്കരുത് എന്നുള്ള അമേരിക്കൻ നിർദ്ദേശത്തിൻ്റെ ഒരു വയലേഷനായി ഇത് മാറുന്നില്ല. കാരണം ഇത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനാണെന്ന് ടെഹ്റാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്രമിക്കുകയും അവരുടെ ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റികൾ പൂർണ്ണമായും തകർത്ത് കളയുകയും ചെയ്തു. അത് ന്യൂക്ലിയർ റിസർച്ചിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ന്യൂക്ലിയർ റിസർച്ചിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഫൈനൽ സ്റ്റെപ്പ് വരെയുള്ള മുഴുവൻ എക്യുപ്മെൻറ്റ്സും ആ ഒരു സ്ഥാപനത്തിലാണ് ഇവർ അറേഞ്ച് ചെയ്യുന്നത്. അത് പൂർണ്ണമായിട്ടും അന്നത്തെ അറ്റാക്കിൽ പൂർണ്ണമായിട്ടും നശിച്ചു പോയതായി ആക്സം എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഫോട്ടോസ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇനി ഒരു ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് ഇറാൻ ആലോചിക്കണമെങ്കിൽ ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം നമ്പർ 1. ഒന്നിലും തുടങ്ങി കയറി വന്നാലേ സാധിക്കും. ഇസ്രായേലിൻ്റെ സ്ഥിരം ഒരു രീതിയാണ്, ഇവ ന്യൂക്ലിയർ റിസർച്ചുകൾ എവിടെ നടക്കുന്നു, പണ്ട് ഇറാഖിലൊക്കെ ഇതേ പണി ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ റിസർച്ച് എവിടെ നടക്കുന്നോ ആ സ്ഥലം അവരങ്ങ് നശിപ്പിച്ചു കളയും. വീണ്ടും ഇവർ വേര് പിടിച്ച് കഷ്ടി ഒന്ന് പച്ച പിടിച്ചിട്ട് അത് വീണ്ടും നശിപ്പിച്ചു കളയും. അതാണ് അവരുടെ സാധാരണ ഒരു രീതി. അപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിക്കും അവർ. അത് ആക്രമിക്കാനായിട്ട് ഇപ്പം ഇവർ കൊടുത്ത ഒരു കാരണം വെച്ചിട്ട് അവരത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. വേറൊന്ന്, നമ്മുടെ അൽമസീറ TV, ഹൂത്തിയുടെ അൽമസീറ TV അവകാശപ്പെട്ടൊരു വലിയ കാര്യമുണ്ട്. പിന്നെ മധ്യാർണ്യാഴിയിൽ ഈ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് വന്ന് നങ്കൂരമടിച്ചിട്ടുള്ള അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ ഞങ്ങൾ ആക്രമിച്ചു. ഇവർ ഈ അൽമസീറ TVക്ക് ഒരു പരിപാടിയുണ്ട്. അവരൊരു മിസൈൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ടെലിവിഷൻ നെറ്റ്വർക്കിൽ വന്ന് നിന്ന് കുറേ ആൾക്കാർ തോക്കൊക്കെ പൊക്കി പിടിച്ച് ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് മിലിറ്ററി യൂണിഫോം ആക്കിയിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വിട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് തകർത്തുകളയും. ഈ മിസൈൽ താഴെ എത്തുന്നതിന് മുന്നേ ഇവരുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ടാകും. ഇതേമാതിരി തന്നെയാണ് ഞങ്ങൾ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വാർഷിപ്പിനെ ആക്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയൊരു ന്യൂസ്, ഇത് അൽമസീറ TV, ഹൂത്തിയുടെ അൽമസീറ TVയിലാണ് ഈ ന്യൂസ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചു, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു, ദെൻ ടോർപിഡോകൾ ഉപയോഗിച്ചു, കടലിൽ പോയിട്ട് ടോർപിഡോസ് ഉപയോഗിച്ചു, ഡ്രോണുകൾ ഉപയോഗിച്ചു. ഈ 4 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഈ എയർക്രാഫ്റ്റ് കാരിയറിനെ അവർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഒളിച്ചു കിടക്കുന്ന സാധനമൊന്നുമല്ല. അവരുടെ 5 എയർക്രാഫ്റ്റ് കാരിയറുകൾ മധ്യാർണ്യാഴി റീജിയനിലുണ്ട്, മിഡിൽ ഈസ്റ്റ് റീജിയനിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് കാരിയറാണിത്. ഇത് പോയി കിടക്കുമ്പം അതിൻ്റെ സെക്യൂരിറ്റി നിശ്ചയമായിട്ട് അവർ നോക്കും. ഈ ഹൂത്തിയെ പോലത്തെ ഒരു ഉണക്ക സാധനം പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ചൈന പോലത്തെ വലിയ രാജ്യങ്ങളുടെ അടുത്ത് പോലും കടലിൽ പോയി കിടക്കുന്ന സാധനം, അവർക്ക് അതിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. ഇത് ഒറ്റയ്ക്കൊന്നുപോലെ പോയി കിടക്കുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ധാരാളം ഷിപ്പുകളും സബ്മറൈൻസും ഏരിയൽ സർവീലിയൻസും എല്ലാമായിട്ട് സർവ്വ ഫെസിലിറ്റി ആയിട്ട് ഒരു കൊച്ചു രാജ്യം പോലെയാണ് അവിടെ നിൽക്കുന്നത്. അതിനെ ഇവർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ സാധനം എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഈ പോയ സാധനം എല്ലാം തീയിലേക്ക് പറഞ്ഞു തന്ന പാറ്റയെ പോലെ കരിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അവരതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൻറ്റഗൺ ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം അതിൻ്റെ നശിപ്പിക്കേണ്ട റേഞ്ചിൽ വെച്ച് ഇതിൻ്റെ കൂടെയുള്ള ഈ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഈ ഷിപ്പിൻ്റെ കൂടെയുള്ള വാർഷിപ്പുകൾ അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. ഇനി അതിന് തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ആ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൈറ്റുകളുടെ ഒരു ഡീറ്റെയിൽസ് അറിയുന്നത് നല്ലതാണ്. ബ്ലാക്ക് നൈറ്റ്സ് എന്നറിയപ്പെടുന്ന VMF 314 സ്ക്വാഡ്രൺ, ഒരു സ്ക്വാഡ്രൺ ഫ്ലൈറ്റുകളാണ്. അത് ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് പോയതാണ്. കൂടാതെ അവരുടെ അമേരിക്കൻ എയർബേസ് ഖത്തറിലുണ്ട്.
ഖത്തറിലുള്ള അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്ന് പറന്നു വന്നിട്ടുള്ള വിമാനങ്ങൾ EA-18G ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റാണ്. EA-18G ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള റഡാർ സിഗ്നലുകളെയും നശിപ്പിച്ച് കളയുന്നതാണ്. അതായത് ഇവരങ്ങ് ചെല്ലുമ്പം ഇനി ഹൂതികൾക്ക് എന്തെങ്കിലും റഡാർ വെച്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഡിറ്റക്ടിങ് സംവിധാനങ്ങളെയും നശിപ്പിച്ച് കളയുന്ന, ജാം ചെയ്ത് കളയുന്ന ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ അവരുടെ F-18 സൂപ്പർ ഹോർണറ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റുകൾ ഏതിടയിലൂടെയും കടന്നുപോയി നുഴന്നുപോയി മിസൈലുകൾ അയക്കാൻ ശേഷിയുള്ള F-18 സൂപ്പർ ഹോർണറ്റ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള F-35C ഇത്തരം വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് യമനിലുള്ള ഹൂതികൾക്ക് തിരിച്ചടി കൊടുത്തിട്ടുള്ളത്. തിരിച്ചടി കിട്ടിയാലും മിണ്ടിയിട്ടില്ല, മിണ്ടാൻ നാവുണ്ടോ എന്നറിയാൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ തീരുകയാണ്, സമാധാനത്തിലേക്ക് പോവുകയാണ്. ഇറാനെ സംബന്ധിച്ച് നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത വിധം ഇറാൻ തകർന്നു പോയി. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ. അതിൻ്റെ കൈകളായിട്ടുള്ള ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹൂത്തികളായിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ഒരു കൈയും പൊന്താതായിപ്പോയി, എല്ലാ കൈ ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചതുപോലെ കാലുകൾ നഷ്ടപ്പെട്ടു പോയ ഒരു എട്ടുകാലിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ സമാധാനം. ഒരു പക്ഷേ ട്രംപ് അവിടെ അധികാരമേറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസത്തെ പ്രഖ്യാപനം ഈ പ്രശ്നം സോൾവ് ചെയ്തു എന്നുള്ളതായിരിക്കും. അതിന് ട്രംപ് അധികാരം ഏൽക്കുന്നത് ജനുവരി 26-നാണ്. അപ്പോൾ ജനുവരി 26 വരെയുള്ള ടൈം കൊണ്ട് ഇസ്രായേലിന് അവർക്ക് നേടാനുള്ള മുഴുവൻ ടാർഗറ്റ്സും അവർ അച്ചീവ് ചെയ്യാനാണ് അവർ വളരെ വേഗം ഇപ്പോൾ ഓരോ സ്ഥലത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ദിവസവും ഇങ്ങനെ റിപ്പോർട്ടുകൾ കാണുന്നു, ആളുകൾ മരിക്കുന്നു. അവർക്കത് നോക്കാൻ പറ്റുകയില്ല. കാരണം അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുന്നുള്ള അവരുടെ ആവശ്യമാണ്. നാളെ അവരുടെ വീട്ടിൽ കയറി അവരുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകരുത്, അവരുടെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യരുത്, അവരുടെ കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കുന്നുകളയരുത്, അവരുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകരുത്, കഴുകനെടുത്തുകൊണ്ട് പോകുന്നതിന് കുഞ്ഞുങ്ങളെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകരുത്. അതിനുള്ള ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ അതിശക്തമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം എത്രയും വേഗം സമാധാനത്തിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനകളോട് നിർത്തുന്നു. നന്ദി.